ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തിൽ പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന വൈശാഖ മഹോത്സവത്തിന്റെ സമാപന നാളുകളിലേക്ക് കടക്കവേ സ്ത്രീ ഭക്തജനങ്ങൾക്ക് വിലക്കുള്ള നാളുകൾക്ക് തുടക്കമായി. മകം നക്ഷത്രത്തിലെ ഉച്ചശീവേലിയോടെയാണ് ഇനിയുള്ള നാളുകളിൽ അക്കരെ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും അവസാനിച്ചത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ഉച്ചശീവേലിയുടെ സമാപനത്തോടെ ഉത്സവനഗരിയിൽ ഏറെ വൈകാരികവും ദൃശ്യവിസ്മയവുമായ ആചാര ചടങ്ങുകൾക്കാണ് ഇക്കരെ മണത്തണയും അക്കരെ കൊട്ടിയൂരും സാക്ഷ്യം വഹിച്ചത്. ഉച്ചശീവേലിക്കു ശേഷം ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഗജവീരന്മാർ പടിയിറങ്ങുന്ന ദൃശ്യം കണ്ടുനിന്ന ഭക്തജനങ്ങളുടെ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. പരമ്പരാഗതമായ ആചാരപ്പെരുമയോടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ സാക്ഷി നിർത്തിയാണ് ആനകൾ പിൻവാങ്ങിയത്. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും ആചാരമര്യാദകളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭഗവാന് അഭിമുഖമായി നിന്ന് പിന്നോട്ട് നടന്ന് പടിയിറങ്ങുന്ന ഗജവീരന്മാരുടെ ദൃശ്യം നയനാനന്ദകരമായിരുന്നു. അക്കരെ ക്ഷേത്രത്തിലെ മണത്തറയിൽ നിന്ന് ബാവലിപ്പുഴയുടെ തീരത്തേക്ക് ആനകൾ ഓരോന്നായി പിൻവാങ്ങിയതോടെ ഉത്സവത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിനാണ് വിരാമമായത്. ഇനി ഉത്സവ സമാപനമായ തൃക്കലശാട്ട് വരെ പുരുഷന്മാർക്ക് മാത്രമായിരിക്കും അക്കരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഇനിയുള്ള ദിവസങ്ങളിൽ അത്യപൂർവവും രഹസ്യവുമായ താന്ത്രിക ചടങ്ങുകളാണ് അക്കരെ മണിത്തറയിൽ നടക്കുക. കരിമ്പനക്കൽ ചപ്പാട്, കളഭാട്ടം, ഒടുവിൽ ഉത്സവത്തിന് കൊടിയിറങ്ങുന്ന തൃക്കലശാട്ട് എന്നിവയോടെ ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് പൂർണ്ണവിരാമമാകും. സ്ത്രീ ഭക്തജനങ്ങൾ കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും ഭഗവാനെ വണങ്ങി അക്കരെ ക്ഷേത്രത്തിന്റെ പടികളിറങ്ങിയപ്പോൾ പ്രകൃതി പോലും അടുത്ത വർഷത്തെ വൈശാഖ നാളുകൾക്കായി കാത്തിരിപ്പ് തുടങ്ങിയ മട്ടാണ്.